മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പണികളും വളരെ മോശപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ കച്ചവടക്കാർക്കും അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ അവർക്കെല്ലാം ജോലി പൂർണ്ണമായും കഴിഞ്ഞ 1.5 വർഷക്കാലം ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് അവരെയൊക്കെ തള്ളിവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു മുടക്കം വരുത്തുന്ന ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിനുള്ള താക്കീതും നൽകി കഴിഞ്ഞു. അത് മുൻപോട്ട് എത്രയും പെട്ടെന്ന് തീർത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പുതിയ ചില സംവിധാനങ്ങളും അവിടെ നിർദ്ദേശിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ആലപ്പുഴ വാട്ടർ വേൾഡ് കനാലിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ്, അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ നേച്ചറിലുള്ള ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ, അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം അടങ്ങുന്ന ഒരു വികസനമാണ്. അതിന് how much was it? Alapi? Alapi was 93 crores ആലപ്പുഴയിലെ വാട്ടർ വേൾഡ്. കൊല്ലത്തേക്ക് വരുമ്പോൾ വളരെ നല്ല പ്രോഗ്രസ് ആണ് കാണുന്നത്. ഒക്ടോബറിൽ അവർ ഫിനിഷ് ചെയ്യുമെന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആർക്കും ഒരു ഉപദ്രവവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് സർഗാലയ പോലെ തന്നെ, വടകര സർഗാലയ പോലെ തന്നെ, കൊല്ലത്ത് പുനർജനി ആയാലും ശരി തന്നെ, ചിൽഡ്രൻസ് പാർക്കായാലും റെസിഡൻസി, ആ വളപ്പിൻ്റെ മുഴുവൻ വികസനം, പുതിയ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു കാത്തിരിക്കുന്ന കൊല്ലംകാർക്കും കൊല്ലത്തെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വരുന്നവർക്കുമെല്ലാം വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടുന്ന നിമിഷങ്ങളും നമുക്കൊരു പക്ഷേ ഈ വർഷം തന്നെ രാജ്യത്തിന് സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ശിവഗിരി 2018 മുതൽ അതികഠിനമായി അതൊന്ന് തീർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവൻ ഈ ഒരു മീറ്റിങ്ങോടുകൂടി സോർട്ട് ഔട്ട് ചെയ്ത് സ്മൂത്തായിട്ട് ഫെബ്രുവരിക്കുള്ളിൽ അത് തീർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ശിവഗിരിയുടെ കൂടെ തന്നെയുള്ള പ്രോജക്ട്സ് എല്ലാം ഏതാണ്ട് നിയറിങ് കംപ്ലീഷൻ സ്റ്റേജസിലാണ്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചൊരു കോടതി നടപടികളെ മാത്രമാണ് ഇപ്പോൾ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിക്ക് വളരെ വ്യക്തമായ മനസ്സിലാക്കലുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുള്ളത്. അതിൽ PIL അടക്കമുള്ള ചില നീക്കങ്ങൾക്ക് കോടതി മറുപടി നൽകിക്കൊണ്ട് ആ പണിയും നമുക്ക് ഉടനെ തന്നെ തുടങ്ങി വേഗം തീർക്കാനാവും എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയാണ് എന്തായിരുന്നു ഉദ്ദേശം യാത്രയുടെ, അതിൻ്റെ അവലോകന സ്വഭാവവും അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റയും അനുസരിച്ച് ഇനി അടുത്ത SD2-ൻ്റെ തന്നെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ 50 ഗ്ലോബൽ ന്യൂ ഡെസ്റ്റിനേഷൻസ്, 50 ഡെസ്റ്റിനേഷൻ, 36 കമ്പോണൻസിന് 28 സ്റ്റേറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ്. ഗ്ലോബൽ ന്യൂ ഡെസ്റ്റിനേഷൻസ് ഇന്ത്യ അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെയും പ്രോഡക്ട്സ് മുഴുവൻ അനാലിസിസിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 15-ന് മുമ്പ് ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ നൽകേണ്ടതുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളത്തിന് ആ 50-ൽ 1 ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ബാക്കി അവശേഷിക്കുന്ന 16 എണ്ണത്തിന് ആര് ഓടി ആദ്യം നല്ല പ്രോഡക്റ്റുമായിട്ട് എത്തുന്നു ആ സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ രണ്ടാമത്തെ പ്രോഡക്റ്റും കിട്ടും. ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ന് വരെ ഭാരതത്തിൽ ഉണ്ടാവാത്ത സ്വഭാവ സവിശേഷതകളുള്ള ആനന്ദത്തിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഒക്കെ പുതിയ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ്. അല്ല, ഉറപ്പാക്കിയിട്ടില്ല. ഇനി വരണം, പ്രോജക്ട്സ് വരണം. അതിൽ പ്രോജക്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിന് വേണ്ടിയും 2 പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്.
ഒരെണ്ണം ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ അതിന്റെ ബേസിക് സ്റ്റിപ്പുലേഷൻസ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യണം, 36 എങ്കിൽ മാത്രമേ കൊടുക്കൂ. 36 8 യൂണിയൻ ടെറിട്ടറീസ്, 28 സ്റ്റേറ്റുകൾ, അവർക്ക് ഓരോന്ന് കിട്ടും. പോയിട്ട് 50-ൽ 14 അവശേഷിക്കും. ആ 14 അത് ഓടിയെത്തുന്നവർക്ക്. ഇപ്പോൾ ഉള്ളത് പരിഗണിക്കപ്പെടും, പക്ഷെ അതിന് പുതിയ ക്രമീകരണങ്ങളിൽ സ്റ്റിപ്പുലേഷൻസിൽ പെടുത്താവുന്ന അപ്ഗ്രഡേഷൻസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഇല്ല, അതൊന്നും വരില്ല. സർഗാലയ ഇസ് എ കംപ്ലീറ്റ് പ്രോഡക്റ്റ്. അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. സാർ, അതുപോലെ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അഷ്ടമുടി കായലായാലും കൊല്ലം ജില്ലയിലെ വാട്ടർ ബേസുകളിലെ ജലാശയങ്ങളെല്ലാം മലിനമാണ്. നമ്മളൊരു ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാനുള്ള ഒരു ഡ്രീമിൽ പോകുമ്പോൾ ഈ മാലിന്യ സംസ്കരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പുറകിലും ഇപ്പോഴും അതൊരു വല്ലാത്ത മോശം. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. പ്രോജക്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ. മുഴുവൻ ഫണ്ട് ഇല്ല. എക്സിക്യൂഷനിൽ അവരാണ് ഇതിന്റെ ബിൽഡേഴ്സിനെയും കോൺട്രാക്ടേഴ്സിനെയും എല്ലാം കണ്ടെത്തുന്നത്. അവർ തന്നെയാണ് കണ്ടെത്തുന്നത്. ഇന്നിപ്പം 3-ാം ദിവസമാണ്. ഇല്ല, ട്രിവാൻഡ്രത്ത് ഇനി ഒരു മീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ക്യാബിനറ്റ് മിനിസ്റ്ററോട് അവിടെ ഡൽഹിയിൽ ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയി. മൊത്തത്തിൽ കേരളത്തിലുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് താങ്കളൊരു മൊത്തത്തിലൊരു അഭിപ്രായം എങ്ങനെ? അല്ല, ഇപ്പൊ സഞ്ചാരം 2024 ശേഷം ഈ ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് സഞ്ചരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് നമുക്ക് ഫ്രഷ് ആയിട്ട്, നേരത്തെ ചോദിച്ചില്ലേ, ഈ പറയുന്ന 15 ന്യൂ ഡെസ്റ്റിനേഷൻസിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡെസ്റ്റിനേഷൻസ് ഏതെങ്കിലും ഡെവലപ്പ് ചെയ്ത് എന്ന് ചോദിച്ചില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അൺടാപ്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേരളം പോലെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ വേറെ ഉള്ളൂ. അൺടാപ്ഡ്. ഇനിയും നമുക്കൊരു ട്രഷർ തന്നെ ഉണ്ട് കേരളം.